Hello friends, we can complete our lesson the best investment I ever made in 10th standard English. 10th standard English le best investment. 12th paragraph. 12 paragraph നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി 13th paragraph. So, where was this Mr. John? What happened to Mr. John? And what is the doctor A.J. Cronin was describing? എന്താണ് A.J. Cronin നമ്മോട് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, ജോൺ എന്തോ ഒന്ന് A.J. ക്രോണിന്റെ ചെവിയിൽ ഇവിടെ സംസാരിച്ചു അല്ലെ. അതിനുശേഷമാണ് എന്ത് പറയുന്നത്, A.J. ക്രോണിൻ 25 വർഷം മുമ്പ് നടന്ന ആ ഒരു സംഭവത്തിലേക്ക് A.J. ക്രോണിന്റെ മനസ്സ് പോയത്. എന്നിട്ടോ എന്താ ഡിസ്ക്രൈബ് ചെയ്ത്, എന്താ നമ്മോട് പറഞ്ഞു തന്നത്? വെൻ ഹി വാസ് സ്റ്റാർട്ടിങ് ഹിസ് മെഡിക്കൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എ പോലീസ് സർജന്റ് ഓഫ് പോലീസ് കെയിം ആൻഡ് banged the door and he asked the doctor A.J. Cronin to go, and they have gone to a lodging. There was a suicide attempt. അവിടെ ഒരു യുവാവ് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ഒരു യുവാവിനെ കണ്ടെത്തുകയും ഒരു റെസസിറ്റേഷൻ കൊടുത്തുകൊണ്ട് ആ യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റോറി. ഓക്കെ, ആ യുവാവിനെ, സൂയിസൈഡ് ചെയ്യാൻ പോയ യുവാവിനെ ആ ഒരു നോർമൽ സ്റ്റേജിലേക്ക്, കോൺഷ്യസ് ലെവലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ഡോക്ടർക്ക് കഴിഞ്ഞു. ഇനി എന്ത് സംഭവിച്ചു? ഇനി എന്താണ് ആ യുവാവ്, ആരായിരിക്കാം ആ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത ആ ഒരു യങ് മാൻ ആരായിരിക്കാം, എന്തിനായിരിക്കാം അയാള് സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കാം. 13th paragraph. As he regained his strength, he told us his story. His parents were dead. An uncle had found him a position as a clerk in London solicitor's office. He had been in the city only 6 months. Utterly friendless, he had fallen victim to the loose society of the streets, had made bad companions, and like a young fool, eager to taste pleasure far beyond his means, had begun to bet on horses. Soon he had lost all his small savings, had pledged his belongings and owed the bookmaker a disastrous amount. In an effort to recoup, he had taken a sum of money from the office safe for a final gamble that he was assured was certain to win. But this last resort had failed. Terrified of prosecution thus must follow, sick at heart, sunk in despair, he had shut himself in his room and turned on the gas. Now, my dear students, what happened to his life? This boy, this young man is describing his story. അയാളുടെ സ്റ്റോറി അയാള് ഡിസ്ക്രൈബ് ചെയ്യാണ്. എന്തിനാണ് അയാള് സൂയിസൈഡ് ചെയ്തത്? ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ദ ഡോക്ടർ, സർജന്റ് ഓഫ് പോലീസ് ആൻഡ് ദ ലാൻഡ് ലേഡിയും സർജന്റ് ഓഫ് പോലീസും ഡോക്ടറും അവിടെ ഉണ്ട് അല്ലേ. അപ്പം അവരോട് അയാളുടെ സ്റ്റോറി പറയാണ്, കഥ പറയാണ്. ആസ് ഹി റീഗെയിൻഡ് ഹിസ് സ്ട്രെങ്ത്, അയാളുടെ ആ സ്ട്രെങ്ത് തിരിച്ചു കിട്ടിയപ്പോൾ he told us his story. എന്തായിരിക്കാം അയാളുടെ സ്റ്റോറി? His parents were dead. അയാളുടെ ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ അയാളുടെ പാരന്റ്സ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. An uncle had found him a position as he
regain his strength, he told us his story. His parents were dead. An uncle had found him a position as a clerk in London, in the London solicitor's office. So his parents had been died. Parents നേരത്തെ മരിച്ചു പോയില്ലേ. എന്നിട്ടും his uncle had gave him a position as a clerk in the London solicitor's office. ലണ്ടനിലെ ഒരു സോളിസിറ്ററുടെ ഓഫീസിൽ ഒരു ക്ലർക്ക് ജോലി അവന് ശരിയാക്കി കൊടുത്തു. എന്നിട്ടോ he had been in the city only 6 months. ആ സിറ്റിയിൽ അവന് 6 months ആയിട്ടുള്ളൂ. utterly friendless. എന്താ ഫ്രണ്ട്ലെസ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഫ്രണ്ട് ഇല്ലായിരുന്നു. ഫ്രണ്ട്സ് ആരും ഇല്ലാതായ ഒരു സാഹചര്യത്തില് had fallen victim to the loose society of the streets. സ്ട്രീറ്റിലുള്ള ലൂസ് സൊസൈറ്റി ഉള്ള ബാഡ് കമ്പാനിയൻസ് അവന് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ലൈഫിൽ ഒരു ബാഡ് കമ്പാനിയൻസിന്റെ കൂടെ ആയിരുന്നു അവന്റെ ജീവിതം. അങ്ങനെ പിന്നെ ഫ്രണ്ട്സ് ആയി. എന്നിട്ടോ soon he had lost all his savings. അങ്ങനെ അവന് കിട്ടിയ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു. സൊസൈറ്റിയിലുള്ള ബാഡ് കമ്പനീസിന്റെ കൂടെ കൂടി അങ്ങനെ അവൻ എന്തായിരുന്നു മാറി? അവന്റെ എല്ലാ സമ്പാദ്യവും അതില് നശിച്ചുപോയി. എന്നിട്ടോ had pledged his belongings and owed the bookmaker a disastrous amount. had pledged his belongings. അവന്റെ കയ്യിലുള്ളതെല്ലാം അവന് പണയം വെക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ബുക്ക് മാക്കറിന് ഈ യുവാവ് വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് ഒരു കടബാധ്യത അവനുണ്ടായിരുന്നു. ഇൻ എൻ എഫേർട്ട് ടു റീകൂപ്പ്, അത് തിരിച്ചടക്കാൻ, ആ ബുക്ക് മാർക്കറിന് പണം തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ he had taken a sum of money from the office safe for a final gamble. ചൂതാട്ടം, അവസാനത്തെ കളി കളിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? പണം വേണമല്ലോ, കളി കളിച്ചിട്ട് അവന് പണം സമ്പാദിച്ചിട്ട് വേണം ഇയാൾക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള പണം സമ്പാദിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? ഈ സോളിസിറ്ററുടെ ഓഫീസിൽ നിന്ന്, ഷെൽഫിൽ നിന്ന് അവൻ എന്ത് ചെയ്തു? കുറച്ച് പണം അവന് സ്റ്റീൽ ചെയ്തു. എന്താ സ്റ്റീൽ സ്റ്റോൾ എന്ന് പറഞ്ഞാൽ? കട്ടെടുക്കുക അല്ലെ, മോഷ്ടിക്കുക. അങ്ങനെ ആ സോളിസിറ്ററിന്റെ ഓഫീസിൽ നിന്ന് കുറച്ച് പണം മോഷ്ടിച്ചു. എന്തിന്? ഫൈനൽ ഗ്യാമ്പിൾ, അവസാനമായിട്ടൊരു കളി കളിക്കാൻ വേണ്ടി. ഗ്യാമ്പിളിംഗ്, ഒരു ചൂതാട്ട കളി. he was certain to win. ഉറപ്പായിരുന്നു അവന് വിജയിക്കും എന്നുള്ള ഒരു ഉറപ്പ്. വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ആ ഓഫീസ് സേഫിൽ തന്നെ തിരിച്ച് വെക്കാം എന്നുള്ള ഒരു പ്ലാനിങ് അവന് ഉണ്ടായിരുന്നു. വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നു അവന്. ബട്ട് ദിസ് ലാസ്റ്റ് റിസോർട്ട് ഹാഡ് ഫെയിൽഡ്. അങ്ങനെ ഈ അവസാനത്തെ റിസോർട്ടും എന്തായിപ്പോയി? അത് ഫെയിലായിപ്പോയി. ടെറിഫൈഡ് ഓഫ് ദ പ്രോസിക്യൂഷൻ that must follow, sick at heart, sunk in despair, he had shut himself in the room and turned on the gas. ഇതിന്റെ പ്രോസിക്യൂഷൻ, ലീഗൽ പ്രൊസീജിയർ, അങ്ങനെ ഇവന് പണം ഓഫീസിൽ നിന്ന് സ്റ്റീൽ ചെയ്തത് ആരെങ്കിലും കണ്ടുപിടിക്കുകയും അങ്ങനെ അവനെ കുറ്റവാളിയായിട്ട് അതിന്റെ ലീഗൽ പ്രൊസീജിയർ ഒക്കെ ഭയന്നിട്ട് അവൻ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. he shut the door of his room and turned on the gas. ഗ്യാസ് തുറന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എന്തിനായിരുന്നു അവന്റെ ജീവൻ അവൻ നഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചത്? എന്താണ് അവന് സംഭവിച്ചത്? he has been in the bad companies of the loose society. ബാഡ് കമ്പനീസിൽ അവന് പെടുകയും അങ്ങനെ പണം നഷ്ടപ്പെടുകയും ഫൈനൽ ഗ്യാമ്പിളിന് വേണ്ടി അവന് പണം ഓഫീസ് സേഫിൽ നിന്ന് മോഷ്ടിക്കുകയും ആ പണം തിരിച്ചടക്കാൻ കഴിയാതെ അവൻ മാനസികമായിട്ട് വിഷമിക്കുകയും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു.
അങ്ങനെയാണ് അവന് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടായത്. ആ യുവാവിനെയാണ് ഒരു അവസാന നിമിഷത്തിൽ ഇവര് എന്ത് ചെയ്തത്? They have brought back into life. ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. Next, 14th paragraph. A long bar of silence throbbed in the little attic. When he concluded this halting confession, then gruffly the surgeon asked how much he had stolen. 7 pounds 10 shillings. The answer sounded pitiful. For this paltry sum, he had almost thrown away his life. A long bar of silence. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര ഒരു സൈലൻസ്. ലാൻഡ് ലേഡി, സർജൻ ആൻഡ് സർജന്റ് ഓഫ് പോലീസ് ആൻഡ് ദ ഡോക്ടർ അവരിങ്ങനെ സൈലന്റ് ആയി നിന്ന് പോയി. എന്തിന്? Throbbed the little attic when he concluded this halting confession. അവന്റെ ഈ ഒരു അവസ്ഥ അവൻ ചിന്തിച്ചുകൊണ്ട് ചെറിയൊരു എമൗണ്ടിന് വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്തത്? അവന്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ വളരെ കംപ്ലീറ്റ് സൈലൻസ് അവിടെ ഫീൽ ചെയ്തു. Then gruffly the surgeon asked how much he had stolen. അങ്ങനെ സർജൻ ചോദിച്ചു ഇവനോട് എത്ര പണമാണ് ആ ഓഫീസിൽ നിന്ന് എടുത്തത്? 7 pounds 10 shillings. 7 pounds 10 shillings ആണ് ആ ഓഫീസിൽ സേഫിൽ നിന്ന് അവന് എടുത്തിരുന്നത്. The answer sounded pitiful. ഈ വേർഡ്സ് കേട്ടപ്പോഴ്, ഇയാളുടെ വായിൽ നിന്ന് ഈ ഒരു വേർഡ്സ് കേട്ടപ്പോഴേ, ഈ ഒരു എമൗണ്ട് കേട്ടപ്പം വളരെ പിറ്റിഫുൾ ആയിട്ട് തോന്നി. For this paltry sum, he had almost thrown away his life. ഈ ഒരു ചെറിയ എമൗണ്ടിന് വേണ്ടിയിട്ടായിരുന്നു അവൻ എന്ത് ചെയ്തത്? അവന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നത്. Next paragraph, 15th paragraph. There was a pause. The three of us, the surgeon, the landlady, and me, as the sole witnesses of the near tragedy, had the same unspoken thought in our minds. We decided to give the young man a fresh start. The sergeant of police, the doctor, and the landlady, we decided to give him a fresh start. അയാൾക്ക് ഒരു പുതിയ ജീവിതം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ 3 പേരും തീരുമാനിച്ചു. എന്തായിരിക്കാം അവർ തീരുമാനിച്ചത്? എങ്ങനെയാണ് ഇയാൾക്ക് ഒരു പുതിയ ജീവിതം കൊടുക്കുക? Okay, go to the next paragraph. The surgeon, a considerable risk to his job, resolved to make no report upon the case so that no court proceedings would result. The landlord offered a month's free board until he should get upon his stand again, while I, making perhaps the least contribution, came forward with 7 pounds 10 shillings for him to put back in the office safe. The surgeon, it may be a risk to his job. അയാളുടെ ജോബിന് തന്നെ ഒരു റിസ്ക് ആവുന്ന രീതിയിൽ സർജന്റ് ഓഫ് പോലീസ് എന്ത് ചെയ്തു? ഡിസൈഡഡ് നോട്ട് ടു റിപ്പോർട്ട് അപ്പോൺ ദ കേസ്. ഈ റിപ്പോർട്ട്, ഒരാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇയാളുടെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല, കണ്ടിട്ടില്ല, അറിയില്ല എന്നുള്ള ഒരു ഭാവത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യാതെ, കാരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ? there will not be any court proceedings. കോർട്ടിലെ പ്രൊസീഡിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ജോലിയെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് അയാൾ ആ കേസ് റിപ്പോർട്ട് ചെയ്തില്ല. പിന്നെ ലാൻഡ് ലേഡി എന്താ ചെയ്തത്? ദ ലാൻഡ് ലേഡി ഡിസൈഡഡ് ടു ഗിവ് ഹിം എ മന്ത്സ് ഫ്രീ ബോഡി. 1 മാസത്തെ ഫ്രീ ആയിട്ട് ലാൻഡ് ലേഡിയുടെ ലോഡ്ജിൽ താമസിക്കാനുള്ള ഒരു സ്റ്റാൻഡിലെത്തുന്നത് വരെ അയാളുടെ ജോലിയിൽ ആ റൂമിൽ താമസിക്കാനുള്ള, ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള അവസരം കൊടുത്തു. പിന്നെ ഡോക്ടർ എന്താ ചെയ്തത്? ദ ഡോക്ടർ ഡിസൈഡ് ടു ഗിവ് ഹിം 7 pounds 10 shillings to put back in the office safe. ആ ഓഫീസ് സേഫിൽ വെക്കാനുള്ള, കാരണം അവന് മോഷ്ടിച്ചത് അറിയാത്ത രീതിയിൽ ആ ഓഫീസ് സേഫിൽ നിന്ന് എത്രയാണോ മോഷ്ടിച്ചത് ആ പണം തിരിച്ചടക്കാനുള്ള, ആ പണം കൊടുക്കാൻ
ഡോക്ടറും തീരുമാനിച്ചു. അപ്പം എല്ലാം സോൾവ് ആയി. സോ ദേ ഡിസൈഡ് ടു ഗിവ് ഹിം എ ഫ്രഷ് സ്റ്റാർട്ട്. അങ്ങനെയാണ് അവനൊരു ഫ്രഷ് സ്റ്റാർട്ട് കൊടുക്കാൻ, ഒരു പുതിയ ജീവിതം കൊടുക്കാൻ അവര് തീരുമാനിച്ചത്. ഓക്കെ, ദെൻ the last paragraph. The ship moved on. ഇതൊക്കെ എവിടുന്ന ഇയാള് ചിന്തിച്ചത്? ക്രോണിൻ ജോണിന്റെ അടുത്ത് നിന്നിട്ട് അല്ലെ. ഈ സംഭവങ്ങളൊക്കെ 25 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു സംഭവം എ.ജെ. ക്രോണിൻ വിശദീകരിക്കുന്നു. The ship moved on through the still darkness of the night. There was no need of speech. With a tender gesture, Mrs. S. had taken her husband's hand, and as we sat in silence, I could not but reflect that it was the best investment I had made in my life. It had paid me not dividends in worldly goods, but had turned out to be immensely profitable. It stood out against all the bad investment I had made throughout the years. Those foolish speculations for material gain, producing only anxiety, disappointment and frustration. അങ്ങനെ ഷിപ്പ് മൂവ് ചെയ്തുകൊണ്ടേയിരുന്നു. The still darkness of the night. There were no need of speech. ഒരു സംസാരത്തിന്റെ ആവശ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. With a tender gesture, Mrs. S. had taken her husband's hand, and as we sat in silence, വളരെ സൈലന്റ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. I could not but reflect that it was the best investment I had made in my life. It is reflected that it was the best investment I had ever made. That 7 shillings, 10 pounds, 7 pounds, 10 shillings. ഇതായിരുന്നു എൻ്റെ 7 pounds 10 shillings ആയിരുന്നു എൻ്റെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ച ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് എനിക്ക് മനസ്സിലായി. It had paid me not dividends in worldly goods. വേൾഡ്ലി ആയിട്ട് എനിക്കൊരു സമ്പാദ്യം അല്ല എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. ആൻഡ് had turned out to be immensely profitable. ഇതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ, അതായത് ഞാൻ കൊടുത്ത ഈ ജീവിതം കൊണ്ട് ഒരുപാട് പേർക്ക് അയാളിലൂടെ നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടി അല്ലെ. അപ്പം മെറ്റീരിയൽ ഗെയിൻ അല്ലാതെ, ഈ ഒരു വേൾഡിൽ കിട്ടുന്ന സമ്പാദ്യം അല്ലാതെ വലിയൊരു സമ്പാദ്യമായിട്ടാണ് അത് എനിക്ക് ഫീൽ ചെയ്തത്. It stood out against all the bad investments I had made throughout the years. Those foolish speculations for material gain, അതായത് മെറ്റീരിയൽ ഗെയിൻ എന്നുള്ള ഒരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു ചിന്താഗതി നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഇങ്ങനെയുള്ള സമ്പാദ്യങ്ങൾ നമ്മൾ സമ്പാദിക്കാൻ ശ്രമിക്കണം. പ്രൊഡ്യൂസിങ് ഓൺലി ആൻസൈറ്റി, ഡിസപ്പോയിന്റ്മെന്റ് ആൻഡ് ഫ്രസ്ട്രേഷൻ. മെറ്റീരിയൽ ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ആൻസൈറ്റി ആണ്, ഡിസപ്പോയിന്റ്മെന്റ് ആണ്, ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു സമ്പാദ്യം എനിക്ക് ഒരുപാട് സന്തോഷം എൻ്റെ മനസ്സിൽ ഉണ്ടായി. This is the best investment I ever made. Okay, now we can go to the rest of the question answers. 12th question. Look at the 12th question. Utterly friendless, he had fallen victim to the loose society of the streets. What does the author mean by this statement? എന്തായിരുന്നു ഓഥർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്? അട്ടർലി ഫ്രണ്ട്ലെസ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? യെസ്, ദ യങ് മാൻ വാസ് an orphan. He had no friends. He made bad companions and so ruined his life. Then 13th paragraph question. Why did the young man try to commit suicide? എന്തിനാണ് അയാൾ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചത്? എന്തിനാ? The young man had taken the sum of money from the
office safe for a final gambling. But he failed in that attempt. അതിലും അയാൾ ഫെയിൽ ചെയ്തു പോയി. അങ്ങനെയാണ് സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചത്. 14th question. Why does the author say that it was the best investment he had ever made? ഇത് ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഓതറിന് തോന്നാൻ കാരണം എന്തായിരുന്നു? യെസ്, the author's timely help saved the life of John. ഈ ഒരു യങ് മാൻ ആണ് കപ്പലിൽ വെച്ച് കണ്ട മിസ്റ്റർ ജോൺ. ഓക്കെ, അപ്പൊ മിസ്റ്റർ ജോണിന്റെ ലൈഫില് ക്യാരക്ടറാണ്. എന്തുകൊണ്ടാണ് മിസ്റ്റർ ജോൺ ഈ ഒരു സോഷ്യൽ വർക്കിംഗ് അല്ലെങ്കിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യാൻ കാരണം അയാളുടെ ലൈഫിലും ഇങ്ങനെ ഒരു ബാഡ് കമ്പാനിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന ആ ഒരു ശ്രമത്തിൽ നിന്ന് അയാളെ AJ ക്രോഡിൻ രക്ഷപ്പെടുത്തുകയും ഇനിയൊരു യുവാവിനും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാണ് ആര്? മിസ്റ്റർ ജോൺ ആൻഡ് ഹിസ് വൈഫ്. നൗ 15th question. The surgeon, the landlady and the narrator help the young man complete the following table. 3 പേരും ഹെൽപ്പ് ചെയ്തു അല്ലെ ജോണിന്. അങ്ങനെ ഈ ടേബിൾ, ഇതിന്റെ താഴെയുള്ള ടേബിള് ഫില്ല് ചെയ്യണം. The person who helped മിസ്റ്റർ ജോണിനെ ഹെൽപ്പ് ചെയ്ത 3 പേര്. Then ആരായിരുന്നു? സർജൻ, ലാൻഡ്ലേഡി, നറേറ്റർ. How they helped? സർജൻ എങ്ങനെ ഹെൽപ്പ് ചെയ്ത്? The surgeon resolved to make no report upon the case. The landlady offered 1 month free abort. Narrator gave 10 pounds, 7 pounds 10 shillings to put back in the office safe. The risk involved: the surgeon may lose his job. Then the landlady will not get 1 month salary, 1 month rent. Narrator lost 7 pounds 10 shillings. So this is the 15 question answers. Now we can go and study the character sketch. എന്താണ് ക്യാരക്ടർ സ്കെച്ച്? ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ട ഒരു ക്യാരക്ടർ സ്കെച്ച്? ആരുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാം നമുക്കിവിടെ? മിസ്റ്റർ ജോണിന്റെ ക്യാരക്ടർ സ്കെച്ച് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ആൻസർ എഴുതാം. എന്തൊക്കെയായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ദ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻസ് ഇൻ ദ ലെസണിലുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെ, ഏത് റോളാണ്? സെൻട്രൽ ക്യാരക്ടർ ആണോ, മെയിൻ ക്യാരക്ടർ ആണോ, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്യാരക്ടർ ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. പിന്നെ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് ദാറ്റ് ക്യാരക്ടർ ആൻഡ് ദിസ് disposition of that person, the role of that character in the lesson. Okay, that we have to. So we can write the character sketch of Mr. John. Please go through this character sketch of Mr. John and study well. Okay, understand well and study. Go through it. Okay, we can go to the next lesson in the next class. Thank you.